സൂപ്പർ സാറാണ്. നമ്മൾ ഇന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി സെക്കൻഡ് ടൈം ഓർ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം നമ്മുടെ ഇന്റഗ്രേഷനും ഒരെണ്ണം നമ്മൾ എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമല്ലാത്ത ചാപ്റ്ററായ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഓരോ ചോദ്യങ്ങളാണ്. നമ്മളിങ്ങനെ കുറച്ച് ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ഒത്തിരി ചോദ്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾ ബോറടിക്കും. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കുട്ടി ചോദ്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളായിട്ട് മുന്നിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളാണ്. രണ്ട്, നിങ്ങൾക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ, മീൻസ് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട അല്ലേ. ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് മെത്തേഡ് വല്ലതും മനസ്സിൽ വരുന്നുണ്ടോ? എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് എന്തെങ്കിലും ഐഡിയ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ? ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് എന്ന് ഒരാൾ പറഞ്ഞു തന്നാൽ പോലും ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ട്. രണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണോ എന്ന് ഡൗട്ട് ഉള്ളവരുണ്ട്. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ വളരെ പാടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് വരുമ്പോൾ 2 മാർക്ക് ആയിരിക്കും, ചിലപ്പോൾ 3 മാർക്ക്. വളരെ റെയർ ആയിരിക്കും ഇപ്പോഴത്തെ കേസ് രീതി കൂടെ 3 മാർക്ക് കിട്ടാൻ. എന്നാൽ 2 മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ മനെ എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് ഇല്ലേ മനെ 3x സ്ക്വയർ. 3 ഇല്ലെന്നല്ലേ ഉള്ളൂ, എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, അത് മതി. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മനെ ഈ എക്സ് ക്യൂബ് എന്നുള്ളതിന് ആരെന്ന് പേര് കൊടുക്കണം? യു. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എത്ര? 3x സ്ക്വയർ ഡി എക്സ് ഈക്വൽ എത്ര മോനെ? ഡി യു. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയറും ഉണ്ട് ഡി എക്സും ഉണ്ട് കേട്ടോ. എക്സ് സ്ക്വയറും ഡി എക്സും ഉണ്ട്. ഇവിടെ നമുക്ക് 3x സ്ക്വയർ ഡി എക്സ് കിട്ടി. അപ്പൊ ആദ്യം 3 ആണ്. അപ്പൊ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ട ആളെ മാത്രം ഇട്ടിട്ടുണ്ട്. ഈ കോൺസ്റ്റന്റ് അങ്ങ് അപ്പുറത്ത് കൊടുക്കണേ. അപ്പൊ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് യുവിലോട്ട് എഴുതുമ്പോൾ ഇന്റഗ്രൽ ഈ എക്സ് സ്ക്വയറും ഡി എക്സ് കൂടെ ചേർന്നാൽ ആരായിട്ട് മാറും മോനെ? ഡി യു ബൈ 3. ഓക്കെ, ഇൻറ്റു അപ്പൊ നോക്കിയാൽ ഈ എക്സ് സ്ക്വയറും ഡി എക്സ് കൂടെ ഡി യു ബൈ 3 ആയി. ഇനി ഇ റൈസ് ടു എക്സ് ക്യൂബ് എന്നുള്ളത് എക്സ് ക്യൂബിന്റെ സ്ഥാനത്ത് ആരെന്നാവും? യു. ഓക്കെ, അവിടുന്ന് 1/3 ഇങ്ങ് പുറത്ത് വന്നു കഴിഞ്ഞാൽ 1/3 ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് യു ഡി യു. യുവിനെ നമ്മൾ എക്സ് ആക്കി വായിച്ചാൽ ഇ റൈസ് ടു എക്സ്. എന്തായിരുന്നു ഇ റൈസ് എക്സിന്റെ ഇന്റഗ്രൽ? ഇ റൈസ് എക്സ്. അപ്പൊ ഇ റൈസ് യുവിന്റേത് ഇ റൈസ് യു തന്നെ. ആൻസർ വരുമ്പോൾ 1/3 ഇൻറ്റു ഇ റൈസ് യു, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു യുവിന് പകരം ആരെ കൊടുക്കണം മോനെ? എക്സ് ക്യൂബ്. തീർന്നു കേട്ടോ, പ്ലസ്. ഓക്കെ ആയല്ലോ, ഇത്രയുമേ ഉള്ളൂ. അടിപൊളിയായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സുകളിൽ കുറേ ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് കേട്ടോ. നിങ്ങൾ ഒന്നൊന്നും പഠിച്ചാൽ പോരാ, കുറെ ചോദ്യങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. നമുക്ക് പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടേണ്ട രീതിക്കുള്ള ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, മറ്റൊരു ചോദ്യം. ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ. നോക്കിക്കേ, ഫംഗ്ഷൻ ആര? എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 9x പ്ലസ് 5 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവൻ താഴോട്ട് പോത്തേയില്ല, ഇങ്ങനെ മണ്ടക്കോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുമെന്ന് കേട്ടോ. ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴോട്ടുള്ള ഇത് പരിപാടിയില്ല. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് എപ്പോഴും മണ്ടക്കോട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ പോവാണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനെ എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കണം. എല്ലാവർക്കും ഡെറിവേറ്റീവ് അറിയാമല്ലോ അല്ലേ? ഒന്ന് പറഞ്ഞു, എളുപ്പം മനസ്സിൽ പറഞ്ഞു. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്? എളുപ്പം എക്സ് റൈസ് ടു എൻ പോലെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1, that is 3x raised to 3 minus 1, that is 3x square. Okay, അപ്പൊ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആയി. ഇനി 3x സ്ക്വയർ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിന്റെ 2x. അപ്പൊ 3 into 2x എത്ര വരും? 6x. 9x ന്റെ 9, 5 മാത്രം 0. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആകണമെങ്കിൽ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ. ഇതാണ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾക്ക് ഏത് നമ്പർ കൊടുത്താലും ഒരിക്കലും നമുക്ക് നെഗറ്റീവ് കിട്ടില്ല, 0-ലോട്ടും പോവില്ല. എപ്പോഴും പോസിറ്റീവ് നമ്പർ ആൻസർ കിട്ടാൻ പാടുള്ളൂ എന്ന് കണ്ടാൽ തോന്നണം. ഇപ്പൊ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടിട്ട് പറയാൻ പറ്റുമോ? എക്സിന് ആരെ കൊടുത്താലും പോസിറ്റീവായിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ആക്കുന്ന ഈ എക്സ്പ്രഷനിലോട്ട് എത്തണം. അതിനു വേണ്ടിയുള്ള പണി നോക്കിക്കോണേ. ഫസ്റ്റ്ലി 3 taken as common from these terms in bracket we get 3x square എന്നും 3 പോയാൽ x square, 6x എന്നും 3 പോയാൽ 2x അല്ലേ മോനെ? 3 into 2x അല്ലേ 6x. 9 3 കോമൺ എടുത്ത് വെച്ചാൽ 3. ഓക്കെ ആണല്ലോ. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല എക്സിൽ ആരെ കൊടുത്താലും പോസിറ്റീവേ കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നെഗറ്റീവ് അല്ലെങ്കിൽ തന്നെ നെഗറ്റീവ് ഒക്കെ നമുക്ക് വന്നു പോകാം. അതുകൊണ്ട് എപ്പോഴും എക്സിന് ആര് കൊടുത്താലും പോസിറ്റീവേ കിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കുന്ന സ്റ്റെപ്പിൽ എത്തണം. അതിന് വേണ്ടിയുള്ള പണി നോക്കിയോണേ. ദാറ്റ് ഈസ് 3 into x square minus 2x. മോനെ, ഈ എക്സ് സ്ക്വയറിനോടുകൂടി -2x വന്നാൽ ഒരു +1 ഉണ്ടായിരുന്നുവെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതാരാമനെ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലയോ? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി ആര് വരുമോനെ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആവും. അപ്പൊ ഞാൻ ഈ 3 എന്നുള്ളതിനെ 1 പ്ലസ് 2 എന്നായിട്ട് ഒന്ന് മുറിക്കുകയാണ് കേട്ടോ. അപ്പൊ 3 എന്നുള്ളതിനെ 1 പ്ലസ് 2 ആക്കിയപ്പോൾ ഈ 3 ടേംസ് കൂടെ ചേർന്നാൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, ഇവിടെ ആരുണ്ട് പ്ലസ് 2, ബ്രാക്കറ്റിന്റെ പുറത്താരുണ്ട് 3. ഓക്കെ, ഈ 2 സ്റ്റെപ്പ് ഒന്ന് തന്നെയാ ഞാൻ ചെയ്തത്. ഈ 3നെ 1 പ്ലസ് 2 ആക്കി, എന്നിട്ട് ഈ 3 ടേംസിനെ നമ്മളൊരു ഹോൾ സ്ക്വയർ ആക്കി. ഓക്കെ, പ്ലസ് 2 ഇട്ടു, ദാറ്റ് ഈസ് 3 into x minus 1 the whole square plus 2. This is clearly greater than 0. Greater than or equal to അല്ല, greater than 0. എന്തുകൊണ്ടങ്ങനെ? ഇവിടെ നോക്കി, ഇപ്പൊ എക്സിന് 1 കൊടുത്താൽ പോലും 1 കൊടുത്താൽ ഇയാൾ എന്തായി പോകും 0. അപ്പോഴിവിടെ ഒരു 2 ഉണ്ട് കേട്ടോ. അപ്പൊ ഒരിക്കലും ആൻസർ 0 പോലും താഴില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 0 മണ്ടയ്ക്ക് എപ്പോഴും പോസിറ്റീവേ കിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാം. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഇയാൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നേ കേട്ടോ. ഒരു 2 ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയത് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് വരുമ്പോഴാണ് ഇതെന്താവുന്നത് സ്ട്രിക്ട്ലി. അപ്പൊ നമുക്ക് എഴുതാം therefore f of x is എന്താണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ r. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ സെഷന്റെ ക്ലാസ് ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാക്സിമം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഓരോ ക്ലാസ് കാണുമ്പോഴും ഉറപ്പായിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഒരാൾക്കെങ്കിലും കുറഞ്ഞത് മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലായിടും എത്തും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ടാണ് ഞാനങ്ങ് പറയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്, മനസ്സിലാവുന്നതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 1 lakhന് അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തെത്തിയെന്നാ പറഞ്ഞത്, ആയില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആത്മാർത്ഥത്തോടെ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് ഇത് 1 lakhന് അപ്പുറത്ത് പോകും. എല്ലാവരും മാക്സിമം പഠിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഗുഡ് ബൈ.